ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്ന ടോപ്പിക്ക് വാതക നിയമങ്ങളാണ് കേട്ടോ. ഇത് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ PDF അവൈലബിൾ ആണ്. ലക്ഷ്യ കേരള എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് PDF ഒക്കെ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ 10th ലെവലിലും അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGS വരുന്നത്. എന്നാലും ഡിഗ്രി ലെവലിന്റെ മെയിൻസിൽ ഉണ്ടാവും. ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിൽ സയൻസ് ടോപ്പിക്സ് ഇല്ല, എന്നാൽ മെയിൻസിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം വാതക നിയമങ്ങൾ. ദ്രവ്യത്തിന്റെ ഏറ്റവും ലഘുവായ അവസ്ഥയാണ് വാതകാവസ്ഥ. ആവർത്തന പട്ടിക പരിശോധിച്ച് 11 മൂലകങ്ങൾ മാത്രമാണ് സാധാരണ സാഹചര്യങ്ങളിൽ വാതകാവസ്ഥയിൽ നിലനിൽക്കുന്നത്. സാധാരണ താപനിലയിലും മർദ്ദത്തിലും വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന ചില പ്രത്യേക ഭൗതിക ഗുണങ്ങൾ വാതകങ്ങളെ വളരെയധികം അമർത്തി നിൽക്കാൻ കഴിയും. അതായത് സാധാരണ താപനിലയിലും മർദ്ദത്തിലും വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ ചില ഭൗതിക ഗുണങ്ങൾ പ്രകടിപ്പിക്കും. അത് വാതകങ്ങളെ വളരെയധികം അമർത്തി നിൽക്കാൻ കഴിയും. വാതകങ്ങൾ എല്ലാ ദിശയിലേക്കും ഒരുപോലെ മർദ്ദം ചെലുത്തുന്നതാണ്. ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് വാതകാവസ്ഥ. അതായത് ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ അവസ്ഥ വാതകാവസ്ഥ, ഖരദ്രാവകാവസ്ഥകളെ അപേക്ഷിച്ച്. അപ്പൊ വാതകത്തിന് നിശ്ചിത ആകൃതിയോ നിശ്ചിത വ്യാപ്തമോ ഇല്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയും വ്യാപ്തവും സ്വീകരിക്കുന്നു. വാതകങ്ങൾ ഏത് അനുപാതത്തിൽ കലർത്തിയാലും പുറമേ നിന്നുള്ള സഹായമില്ലാതെ തന്നെ അവ പൂർണ്ണമായും കൂടിക്കലർന്ന് ഏകാത്മക മിശ്രിതമായി മാറുന്നു. വാതകങ്ങൾ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം നാമമാത്രമാണ്. അതായത് വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഇല്ലെന്ന് തന്നെ പറയാം. വാതകങ്ങൾ ഏത് അനുപാതത്തിൽ കലർത്തിയാലും പുറമേ നിന്നൊരു സഹായവും ഇല്ലാതെ തന്നെ ഇവര് കൂടിക്കലർന്ന ഒരു ഏകാത്മക മിശ്രിതമായിട്ട് മാറും. പിന്നെ വാതകത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രം ഏതാണോ അതിന്റെ ആകൃതിയും വ്യാപ്തവും ഒക്കെ സ്വീകരിക്കുന്നു. പിന്നെ വാതകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. അതായത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടാകും. ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തമായിട്ട് ഇതിന് താരതമ്യം ചെയ്യുമ്പോൾ ആ തന്മാത്രകളുടെ വ്യാപ്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും കേട്ടോ. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. ക്രമരഹിതമായ ചലനങ്ങളുടെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കും. വാതകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ചെന്നിരിക്കുന്നു. ഇതിന്റെ ഫലമായി അനുഭവപ്പെടുന്നതാണ് വാതകമർദ്ദം, അത് പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയും. അതായത് ഈ വാതകത്തിൽ ഒരുപാട് തന്മാത്രകൾ ഉണ്ടാവുന്ന പറഞ്ഞല്ലോ, പരസ്പരം കൂട്ടിയിരിക്കും. പിന്നെ വാതകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിൽ ചെന്നിരിക്കും. അങ്ങനെ ഉണ്ടാവുന്നതാണ് വാതകമർദ്ദം. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതായതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കില്ല. അതായത് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായിട്ടും ഇലാസ്തിക ഉള്ളതുകൊണ്ട് ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകളും അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും ആകർഷണമില്ല. അതായത് വാതക തന്മാത്രകൾ തമ്മിലോ അതേപോലെ വാതക തന്മാത്രകൾ അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മില് ഈ വാതക തന്മാത്രകൾ ഒരുപാട് ഉണ്ടാവും എന്ന് പറയല്ലോ. അപ്പൊ വാതക തന്മാത്രകൾ പരസ്പരം അവർ തമ്മിലും അതുപോലെ ഈ വാതക തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തി തമ്മിലും ആകർഷണമില്ല. പിന്നെ വാതകത്തിന്റെ വ്യാപ്തം, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവ് അറിയപ്പെടുന്നതാണ് വ്യാപ്തം. 1 ലിറ്റർ ദ്രാവകം ഏത് വലുപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. 1 ലിറ്റർ ദ്രാവകം ഏത് വലുപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായി മാറ്റിയാൽ വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ്? 5 ലിറ്റർ. അതായത് 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന വാതകമാണ്. അത് 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് മാറ്റിയാലും അതിന്റെ വാതക വ്യാപ്തം എത്രയായിരിക്കും? മാറും, 5 ലിറ്റർ ആയിട്ട് മാറും. അതേപോലെ ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും പറഞ്ഞല്ലോ. നമുക്ക് 1 ലിറ്റർ ഉള്ള ഇതിൽ വെച്ചിരിക്കുന്ന വാതകമാണെങ്കിൽ അതിന് 1 ലിറ്റർ, 5 ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 5 ലിറ്ററിലേക്ക് മാറുന്നു പറഞ്ഞാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതക തന്മാത്രകളുടെ ഊർജ്ജം എപ്പോഴും വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള അകലം അതും വളരെ കൂടുതലാണ്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം ഇതും വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കുറവാണ്. ആകർഷണബലം കുറവുള്ളത് കൊണ്ട് തന്നെയാണ് തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുതലാവുന്നത്. പിന്നെ വാതകത്തിന്റെ മർദ്ദം, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന വാതക തന്മാത്രകളുടെ പാത്രത്തിനുള്ളിലെ ഏതെങ്കിലും പ്രതലം പരിഗണിച്ചാൽ തന്മാത്രകൾ നിരന്തരം ചലിക്കുന്ന ഈ പ്രതലത്തിൽ വന്നിരിക്കുന്നത് മൂലം ഒരു ബലം അനുഭവപ്പെടുന്നു. അതായത് പാത്രത്തിലെ വാതക തന്മാത്രകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. പാത്രത്തിനുള്ളിൽ ഏതെങ്കിലും പ്രതലം പരിഗണിച്ചാൽ തന്നെ തന്മാത്രകൾ നിരന്തരം ചലിക്കുമല്ലേ പാത്രത്തിനുള്ളിൽ. അപ്പോൾ ഈ പ്രതലത്തിൽ വന്നിരിക്കും. അപ്പോൾ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു മർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടോ. വ്യാപ്തവും മർദ്ദവും. ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിച്ചു വയ്ക്കുക. സിറിഞ്ചിന്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റണിൽ ക്രമമായ മർദ്ദം പ്രയോഗിച്ച് നോക്കുമ്പോൾ സിറിഞ്ചിനുള്ളിലെ വായുവിന്റെ വ്യാപ്തത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? ക്വസ്റ്റ്യനാണ്. സിറിഞ്ചിനുള്ളിലെ വായുവിന്റെ വ്യാപ്തം കുറയുന്നു. പിസ്റ്റണിലെ മർദ്ദം കുറച്ചാലോ വ്യാപ്തം കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുകയും മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കാം. താപനില, വാതകത്തിലെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഈ വാതകത്തെ ചൂടാക്കിയാൽ എന്ത് പറ്റും? ഇതിന്റെ താപനില കൂടുന്നു. വാതകത്തിന്റെ താപനില കൂടിയാലോ തന്മാത്രകളുടെ ചലന വേഗത കൂടുന്നു. ഇതുമൂലം തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു. അപ്പൊ താപനില കൂടുമ്പോൾ ചലന സ്വാതന്ത്ര്യം കൂടുന്നു,
അതേപോലെ തന്നെ ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് അതിന്റെ താപനില. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളായ മർദ്ദം, വ്യാപ്തം, താപനില, മാസ് എന്നിവയെ അടിസ്ഥാനമാക്കി വാതക നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. അപ്പൊ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളുള്ള മർദ്ദം, വ്യാപ്തം, താപനില, മാസ് എന്നിവ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ വാതക നിയമങ്ങൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ വാതക നിയമങ്ങൾ 1962 ആംഗ്ലോ ഐറിഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ് ആദ്യമായി വാതകങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ അംഗീകരിക്കപ്പെട്ട നിലയിൽ അളന്ന് തിട്ടപ്പെടുത്തിയത്. ഇതിൽ ബോയിൽസ് നിയമം വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. താപനില സ്ഥിരമായിരിക്കും. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദ വിപരീത അനുപാതത്തിലായിരിക്കും. ഈ നിയമമാണ് ബോയിൽസ് നിയമം എന്നറിയപ്പെടുന്നത്. ഈ താപനില സ്ഥിരമാണ്. ആ ടൈമിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും ഇത് മർദ്ദവും അതുണ്ടായിരിക്കും വിപരീത അനുപാതത്തിലായിരിക്കും.